BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജോർജിയയിൽ ഇന്ത്യക്കാരെ കന്നുകാലികളെ പോലെ പരിഗണിച്ചതായി വിനോദസഞ്ചാരി. ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യം. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ ജോർജിയ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് ഇരയായതായി പരാതി. അർമേനിയയ്ക്കും ജോർജിയയ്ക്കും ഇടയിലുള്ള പ്രധാന കരമാർഗമായ സഡക്ലോ അതിർത്തിയിൽ വച്ചാണ് ഇന്ത്യക്കാർക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. നിയമാനുസൃതമായ രേഖകളും ഈ വിസയും കയ്യിലുണ്ടായിരുന്നിട്ടും സഡക്ലോ അതിർത്തിയിൽ 56 ഇന്ത്യക്കാർ കടുത്ത അപമാനം നേരിട്ടു. ഭക്ഷണമോ ശുചിമുറി സൌകര്യങ്ങളോ ഇല്ലാതെ കൊടും തണുപ്പിൽ തങ്ങളോട് ഏറെ നേരം കാത്തിരിക്കുവാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായും വിനോദസഞ്ചാരിയായ യുവതി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2 മണിക്കൂറോളം പാസ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർ അവരുടെ കൈവശം വച്ചു. കന്നുകാലികളെ പോലെ ഫുട്പാത്തിലിരിക്കുവാൻ നിർബന്ധിച്ചു. ഞങ്ങളോട് കുറ്റവാളികളെ പോലെ പെരുമാറുകയും രേഖകളൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെ എല്ലാം തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ഈ പെരുമാറ്റം വളരെ ലജ്ജാകരവും ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്തതാണ് എന്നും അവർ കുറിപ്പിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും ടാഗ് ചെയ്ത പോസ്റ്റിൽ ഇന്ത്യ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പറയുന്നു. യുവതിയുടെ കുറിപ്പ് സമൂഹമാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഭയിലെത്താൻ സഹായിച്ചു. നേമം ഷജീറിനെ കാണുവാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ്. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ കാണാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തി കാണാൻ ശ്രമിച്ചെങ്കിലും മൈൻഡ് ചെയ്തില്ല. സഭയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് നിൽക്കുവാൻ കൂട്ടാക്കിയില്ല. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് നേമം ഷജീർ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയപ്പോൾ ഒപ്പം വന്നത് ഷജീറായിരുന്നു. സസ്പെൻഡ് ചെയ്ത രാഹുലിനെ സഭയിലെത്താൻ സഹായിച്ചതിന് നേമം ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. എന്താകും സസ്പെൻസ്? വർഷങ്ങൾക്ക് ശേഷം വാർത്താസമ്മേളനം വിളിച്ച് AK ആന്റണി. വർഷങ്ങൾക്ക് ശേഷം വാർത്താസമ്മേളനം വിളിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. വൈകിട്ട് 5 മണിക്ക് KPCC ആസ്ഥാനത്ത് വെച്ചാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ സംസാരിക്കവെ ആന്റണിയുടെ ഭരണകാലത്തെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ആന്റണി വിശദമായ മറുപടി പറഞ്ഞേക്കും എന്നാണ് വിലയിരുത്തൽ. ആന്റണിയുടെ ഭരണകാലത്ത് നടന്ന മുത്തങ്ങ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഭരണപക്ഷത്തെ MLA-മാർ ഇന്നലെ പലതവണ പരാമർശിച്ചിരുന്നു. ഇന്നത്തെ വാർത്താസമ്മേളനത്തിന്റെ അജണ്ട വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും രാഷ്ട്രീയ വാർത്താസമ്മേളനമാകുമെന്നത് വ്യക്തമാണ്. കുറഞ്ഞത് 12 വർഷത്തിന് ശേഷമാണ് ആന്റണി മാധ്യമങ്ങളെ വാർത്താസമ്മേളനത്തിനായി ക്ഷണിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമാകാതെ ആന്റണി കുറെ കാലമായി തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. മകന്റെ BJP പ്രവേശനത്തിൽ ഉൾപ്പെടെ ആന്റണി ഇക്കാലയളവിൽ പ്രതികരിച്ചിരുന്നെങ്കിലും അതൊന്നും മാധ്യമങ്ങളെ വാർത്താസമ്മേളനത്തിനായി ക്ഷണിച്ചുകൊണ്ടായിരുന്നില്ല. ആന്റണിക്കടുത്തേക്ക് മാധ്യമങ്ങൾ എത്തി പ്രതികരണം തേടുകയായിരുന്നു. സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണെങ്കിലും ആന്റണി ദിവസവും KPCC ആസ്ഥാനം സന്ദർശിക്കുകയും നേതാക്കൾക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദവേദിയിൽ തൃശൂർ DCC അംഗം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദവേദിയിൽ DCC അംഗം, തൃശൂർ DCC അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് സുരേഷ് ഗോപിയുടെ കലുങ്ക് സൌഹൃദ സംഗമത്തിൽ പങ്കെടുത്തത്. വേദിയിൽ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. BJP സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യാ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് CG ചെന്താമരാക്ഷന്റെ വിശദീകരണം. അതേസമയം സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് തൃശൂർ അതിരൂപത മുഖപത്രം വിമർശനമുന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 1 ലക്ഷത്തോളം പുതിയ വോട്ടുകൾ എങ്ങനെ വന്നു എന്നും അതിരൂപത മുഖപത്രത്തിൽ ചോദിക്കുന്നു. 2019 നിന്നും 2024 തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും തൃശൂരിൽ വർദ്ധിച്ചത് 1,46,673 വോട്ടുകളാണ്. തൃശൂരിന് പുറത്തുള്ള 1 ലക്ഷത്തോളം ആളുകളെ
വോട്ടർ പട്ടികയിൽ കുത്തിത്തിരുകിയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നും കത്തോലിക്ക സഭയിലെ ലേഖനം ആരോപിക്കുന്നു. മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിൽ ഇടപെട്ട രേഖകൾ പുറത്തുവിട്ടതോടെ മുങ്ങി. ജലീലിനെ കണ്ടവരുണ്ടോ? മകനെ തിരിച്ചുവരൂ, എല്ലാവരും കാത്തിരിക്കുന്നു. PK ഫിറോസ്. KT ജലീലിനെതിരെ വീണ്ടും PK ഫിറോസ്. ജലീൽ ഒളിച്ചോടി എന്നാണ് PK ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. മലയാളം സർവകലാശാലയുടെ ഭൂമി തട്ടിപ്പിൽ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവന്നതിന് ശേഷമാണ് ആളെ കാണാതായത്. കണ്ടുപിടിക്കുവാനുള്ള അടയാളങ്ങൾ മുസ്ലിം ലീഗ്, ധോത്തി ചലഞ്ച്, ദുബായ് എന്നിങ്ങനെ ഇടയ്ക്കിടെ വിളിച്ചു പറയുമെന്നും ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജലീലിന് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നതിന്റെ പകയും നിരാശയുമാണ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഖുർആൻ ഉയർത്തിക്കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നോ? മന്ത്രിമാർ പ്രതികളല്ലേ? മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ കേസുകളിൽ ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുവാനുള്ള മാനദണ്ഡം അല്ലല്ലോ എന്ന് രാഹുൽ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ്. അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ 100-ലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ. അത് രാഷ്ട്രീയ കേസുകളാണ്. അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ. ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നോ? അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ? അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ MLA-മാർ പ്രതികളല്ലേ? അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഇസ്രായേലിന്റെ ക്രൂരമായ ഡബിൾ ടാപ്പിംഗ് ആക്രമണം, ICU തകർക്കൽ, ഭീഷണിപ്പെടുത്തി പലായനത്തിന് പ്രേരിപ്പിക്കൽ, ഗസയിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മലയാളി ഡോക്ടർ. കരയുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും നടുവിൽ ഗസയിലെ നാസർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന്റെ നടുക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞ മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ. വംശഹത്യയുടെ അങ്ങേയറ്റമാണ് താൻ ഗസയിൽ കാണുന്നതെന്നും നിത്യവും കണക്കില്ലാത്ത മരണങ്ങൾ കൺമുൻപിൽ നടക്കുന്നുവെന്നും സന്തോഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ 2 ആക്രമണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നുവെന്നും ICU ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിൽ കരയുദ്ധം ശക്തമായതിന് പിന്നാലെ നിർബന്ധിത പലായനങ്ങളാണ് നടക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നു. ഗസ സിറ്റിയിലെ അപ്പാർട്ട്മെന്റ് ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി ജനതയെ അവിടെ നിന്നും തുരത്തുന്നത്. 40 കിലോമീറ്റർ ട്രക്ക് യാത്രയ്ക്ക് 80,000 രൂപ വരെ കൊടുത്താണ് പലരും ഗസ സിറ്റി വിടുന്നത്. പിന്നെയും കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. ഇതിനെല്ലാം പണമില്ലാത്തവരുമുണ്ട്. പലായനത്തിനായി കഴുതവണ്ടിയെയും ആശ്രയിക്കുന്നവരുണ്ട്. ഗസ സിറ്റിയിൽ നിന്നും ഇവർ എവിടേക്ക് പോകുമെന്നതാണ് ചോദ്യം. ഭൂരിഭാഗം സ്ഥലങ്ങളിലും സൂചി കുത്താനുള്ള ഇടമില്ല. തങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും പിന്നിൽ ഉപേക്ഷിച്ചാണ് ഗസയിലെ ജനത പലായനം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.